നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറന്നു. 1ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചത് 2.5 ലക്ഷത്തോളം കുരുന്നുകൾ. അക്ഷരമുറ്റങ്ങളിൽ വർണ്ണാഭമായ പ്രവേശനോത്സവം. വിദ്യാലയങ്ങളിലെല്ലാം വർണ്ണ വൈവിധ്യമാർന്ന പ്രവേശനോത്സവ ചടങ്ങാണ് ഒരുക്കിയിരുന്നത്. ആലപ്പുഴ ജില്ലാതല പ്രവേശനോത്സവം കായംകുളത്ത് നടന്നു. 3 ജോഡി ഇരട്ട കുട്ടികൾക്കും മൂവർ സംഘത്തിനും സ്വാഗതമരളി എടത്വ സെന്റ് അലോഷ്യസ് LP സ്കൂൾ. പ്രവേശനോത്സവം വേറിട്ടതായി. വെള്ളപ്പൊക്കത്തെയും മറികടന്ന കുട്ടനാട്ടിലെ ചമ്പക്കുളം സെന്റ് മേരീസ് സ്കൂളിലെ പ്രവേശനോത്സവം ശ്രദ്ധേയമായി. SSLC പരീക്ഷയിൽ കുട്ടനാട്ടിൽ ഏറ്റവും കൂടുതൽ A+ നേടിയ സ്കൂളാണ് സെന്റ് മേരീസ്. 1 മാസത്തിലേറെ കാലത്തെ കാത്തിരിപ്പിന് വിരാമം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ചൊവ്വാഴ്ച. ആലപ്പുഴ, മാവേലിക്കര മണ്ഡലങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ. കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആന്റണി കുരിശുങ്കൽ നടത്തിയ കടലവകാശ സൈക്കിൾ യാത്രയ്ക്ക് സമാപനം. ഏപ്രിൽ 4-ന് അർത്തുങ്കലിൽ നിന്നാരംഭിച്ച യാത്ര 5 സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ച് അന്തകാനടിയിൽ സമാപിച്ചു. പ്രവേശനോത്സവ വാർത്തകളാണ് ഇന്ന് അധികവും. വിശദമായ വാർത്തകളിലേക്ക്. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ അക്ഷരമുറ്റങ്ങൾ സജീവമായി. 2.5 ലക്ഷത്തോളം കുരുന്നുകളാണ് 1ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം വിപുലമായ പ്രവേശനോത്സവ ചടങ്ങുകൾ നടന്നു. ആലപ്പുഴ ജില്ലാതല പ്രവേശനോത്സവം കായംകുളം പത്തിയൂരിലാണ് സംഘടിപ്പിച്ചത്. രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അക്ഷരമുറ്റങ്ങളിൽ ചിത്രശലഭങ്ങളെത്തി. വിദ്യാലയമുറ്റങ്ങൾ സജീവമായി. പുത്തൻ ഉടുപ്പും ബാഗും കുടയും പുസ്തകങ്ങളുമൊക്കെയായി കുട്ടികൾ അക്ഷരമുറ്റങ്ങളെ അക്ഷരാർത്ഥത്തിൽ വർണ്ണാഭമാക്കി. 2.5 ലക്ഷത്തോളം കുരുന്നുകളാണ് ഇത്തവണ 1ാം ക്ലാസ്സിലേക്ക് എത്തിയത്. ആലപ്പുഴ ജില്ലാതല പ്രവേശനോത്സവം കായംകുളം പത്തിയൂർ പഞ്ചായത്ത് ഹൈസ്കൂളിലാണ് സംഘടിപ്പിച്ചത്. കായംകുളം MLA അഡ്വക്കേറ്റ് U പ്രതിഭാഹരി ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ കഴിവുകളെ വിശ്വസിക്കുക, ഒപ്പം നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മളൊന്ന് നോക്കുക, ഒരാൾക്കെങ്കിലും സഹായം ചെയ്യാൻ കഴിയുക. ഞാൻ പലപ്പോഴും ചോദിക്കും, നിങ്ങൾക്ക് പൊതുസമൂഹത്തിൽ നിങ്ങളുടെ ഒരു 15 വയസ്സിനകം, കാരണം ഞങ്ങൾ ജീവിച്ച സാഹചര്യം, ഞങ്ങൾ തറാപറ പഠിച്ചാൽ വന്നത്, നിങ്ങളതല്ല. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വളരാൻ പറ്റുന്ന വിശാലമായൊരു ലോകം ഇവിടെ തുറന്നു കിടക്കുക. നമ്മൾ ഈ ഭൂമിയിൽ വന്ന് നമ്മൾ ഈ 2 കാലിൽ നിവർന്ന് നിൽക്കുന്ന ഞാനടക്കം നിങ്ങളെല്ലാവരും നിൽക്കുന്നത് നമുക്ക് അച്ഛനമ്മമാർ ജന്മം നൽകുകതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഏത് ലോകം കീഴടക്കാൻ പോയാലും, ആരെ അനുകരിച്ചാലും നമ്മളുടേതായ ആ സ്പേസിൽ നമ്മൾ തന്നെ ഒന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം. നമ്മൾ ഇവിടെ നിലവിളക്ക് കത്തിച്ച് ഞങ്ങളിത് ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഈ സമൂഹത്തിലെ വലിയ അജ്ഞാനമാകുന്ന വലിയ ഇരുട്ടിനെ അകറ്റിക്കൊണ്ട് നല്ല പ്രകാശമാനമാകുന്ന ഒരു സമൂഹത്തിലേക്ക് വിദ്യ കൊണ്ട് ഈ കുഞ്ഞുങ്ങളിതാ ഞങ്ങൾ തുറന്നു വിടുന്നു എന്നുള്ള മെസ്സേജാണ് ഈ വിളക്ക് കത്തിച്ചുകൊണ്ട് ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ സർക്കാർ LP സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ 1ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചത് ചേർത്തല ടൗൺ LP സ്കൂളിലാണ്. ടൗൺ LP സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി. കൃഷിമന്ത്രി P പ്രസാദ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ആലപ്പുഴ ജില്ലയിലെ സർക്കാർ LP സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ 1ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ സ്കൂളാണ് ചേർത്തല ടൗൺ LP സ്കൂൾ. കളിച്ചും ചിരിച്ചും ആടിയും പാടിയും പ്രവേശനോത്സവം. കുരുന്നുകൾക്ക് ആവേശമായി. പുത്തനുടുപ്പും ബാഗും കുടയുമൊക്കെയായി എത്തിയ കുരുന്നുകൾക്ക് മുന്നിൽ മഴ പോലും മാറി നിന്നു. ഉപജില്ലാ പ്രവേശനോത്സവത്തിന് ചേർത്തല ടൗൺ LP സ്കൂളിൽ എത്തിയ കൃഷിമന്ത്രി P പ്രസാദിനെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് സ്വീകരിച്ചത്. തുടർന്ന് കുരുന്നുകൾക്കൊപ്പം സെൽഫി പോയിന്റിലെത്തിയ മന്ത്രി കുട്ടികൾക്കൊപ്പം സെൽഫിയും എടുത്തു. അധ്യാപകർ പഠിപ്പിക്കുന്നതും വിദ്യാർത്ഥികൾ പഠിക്കുന്നതും ഉറപ്പുവരുത്തിയാൽ മാത്രമേ വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുകയുള്ളൂവെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി P പ്രസാദ് പറഞ്ഞു. ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ കുഞ്ഞു മക്കളുടെ ഈ പ്രവേശനോത്സവ ദിവസം ഇത്ര ഗംഭീരമാക്കിയത് ഇവിടുത്തെ നമ്മുടെ അധ്യാപകരും PTA-യും റോട്ടറി ക്ലബ് എല്ലാമാണ്. അധ്യാപകർ പഠിപ്പിക്കുന്നുവെന്നും വിദ്യാർത്ഥി പഠിക്കുന്നുവെന്നും ഉറപ്പുവരുമ്പോൾ മാത്രമേ വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുകയുള്ളൂ. ടൗൺ LPSന്റെ വിജയം ആത്മാർത്ഥതയും അർപ്പണബോധവുമുള്ള
കുറേ അധ്യാപകരുണ്ട്, ഒരു സംഘം അധ്യാപകർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ആ അധ്യാപകരെ ഹൃദയം നിറഞ്ഞ് ഞാൻ അഭിനന്ദിക്കുന്നു. ഇവിടുത്തെ PTA വളരെ ഗൗരവതരമായി ഒപ്പം നിൽക്കുന്ന PTA ആണ്. മനോജിന്റെ നേതൃത്വത്തിലുള്ള PTA അംഗങ്ങളെയും ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. രക്ഷകർത്താക്കൾ എപ്പോഴും ഈ സ്കൂളുമായിട്ട് നല്ലവണ്ണം ബന്ധപ്പെട്ട് നിൽക്കണം. നമുക്കൊന്നിച്ച് ഈ സ്കൂളിന്റെ വിജയത്തിനായി, ഈ സ്കൂളിന്റെ വികസനത്തിനായി ഒന്നിച്ചു നിൽക്കാം എന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ അധ്യക്ഷയായി. ചേർത്തല ടൗൺ റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ടൗൺ LP സ്കൂളിൽ പ്രവേശനം നേടിയ എല്ലാ കുട്ടികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മനോജ് മോൻ, ടൗൺ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് K. ലാൽജി, പ്രധാനാധ്യാപിക NR സീത, മുനിസിപ്പൽ കൗൺസിലർ A. അജി, BPC TO സൽമോൻ, MBTA പ്രസിഡന്റ് പ്രിൻസി സുജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. വെള്ളപ്പൊക്കത്തെയും മറികടന്നാണ് കുട്ടനാട്ടിലെ ചമ്പക്കുളം സെൻറ് മേരി സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ SSLC പരീക്ഷയിൽ കുട്ടനാട്ടിൽ ഏറ്റവും കൂടുതൽ A+ നേടിയ വിദ്യാലയമാണ് സെൻറ് മേരി സ്കൂൾ. കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കത്തെ മറികടന്ന ചമ്പക്കുളം സെന്റ് മേരി സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. 10ാം ക്ലാസ്സിൽ കുട്ടനാട്ടിലെ ഏറ്റവും കൂടുതൽ A+ കിട്ടിയ സ്കൂളെന്ന പ്രത്യേകത കൂടിയുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുണ്ടായിട്ട് പോലും സ്കൂളിലെ പ്രവേശനോത്സവത്തിന് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ മാനേജ്മെന്റ് എല്ലാം ഭംഗിയായി നടത്തി. മറ്റ് സ്കൂളുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഇന്നത്തെ ഉച്ചഭക്ഷണം ദുരിതാശ്വാസ ക്യാമ്പിലെ ആളുകളുടെ കൂടെയിരുന്ന സ്കൂളിലെ കുട്ടികൾ കഴിക്കും. ക്യാൻസർ പേഷ്യൻസിന് മുടിമുറിച്ചു കൊടുത്ത 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൻമേരീസ് കറിയ, കാർത്തിക ജയൻ എന്നീ കുട്ടികളാണ് ഇന്നത്തെ മുഖ്യാതിഥികൾ. ഒരു വീട്ടിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് ഒരേ ദിവസം ജനിച്ച് അനാമിക, അതുല്യ, അനന്യ എന്നിവർ വന്നത് സ്കൂളിനെ വേറിട്ട അനുഭവമാക്കി മാറ്റി. സ്കൂളിന്റെ മികവ് മനസ്സിലാക്കി 200-നടുത്ത് പുതിയ അഡ്മിഷനാണ് ഇക്കുറി സ്കൂളിൽ വന്നത്. ടൈം ന്യൂസ്, ആലപ്പുഴ. മുഹമ്മ പഞ്ചായത്ത് തല പ്രവേശനോത്സവം കായ്പുറം ആസാദ് മെമ്മോറിയൽ LP സ്കൂളിലാണ് സംഘടിപ്പിച്ചത്. മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു ആണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. വർണ്ണ വൈവിധ്യമാർന്ന പരിപാടികളും ഒരുക്കിയിരുന്നു. മുഹമ്മ പഞ്ചായത്ത് തല പ്രവേശനോത്സവം വർണ്ണാഭമായി. കായ്പുറം ആസാദ് മെമ്മോറിയൽ ഗവൺമെൻറ് LP സ്കൂളിലാണ് പഞ്ചായത്ത് തല പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ET രമണൻ അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CD വിശ്വനാഥൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ ടീച്ചർ, വാർഡ് മെമ്പർ ബിനോമ രാജു, സ്റ്റാഫ് സെക്രട്ടറി N. ഷിജു, അധ്യാപകനായ PF ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. റിട്ടയർഡ് പ്രഥമാധ്യാപിക P. വിമല നവാഗതർക്ക് മധുരം നൽകി വരവേറ്റു. നവാഗതരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. DYFI CK വാസു യൂണിറ്റ് നഴ്സറി കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. സരോജിനി ദാമോദരൻ ഫൗണ്ടേഷനും കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. അധ്യാപികയായ ബുഷ്ര മോൾ TB രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി. തുടർന്ന് പ്രവേശനോത്സവ ഗാനത്തിൻ്റെ ദൃശ്യാവിഷ്കാരവും നടന്നു. ടൈം ന്യൂസ്, മുഹമ്മ. തണ്ണീർമുക്കം പഞ്ചായത്ത് തല പ്രവേശനോത്സവം വെള്ളിയാകുളം ഗവൺമെൻറ് UP സ്കൂളിൽ നടന്നു. നിരവധിയായ കലാപരിപാടികളോടെയാണ് പ്രവേശനോത്സവം നടന്നത്. തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച വെള്ളിയാകുളം ഗവൺമെൻറ് UP സ്കൂളിൽ നടത്തി. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും പ്രവേശനോത്സവത്തിന് മാറ്റുകൂട്ടി. നാടൻ പാട്ടും പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചു. തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. ശശികല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗവും PTA പ്രസിഡന്റുമായ പ്രവീൺ G. പണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK മുകുന്ദൻ, സ്കൂൾ പ്രധാനാധ്യാപകൻ സന്തോഷ്, അധ്യാപകരായ ജെയിംസ്, പ്രവീൺ, മിനിമോൾ വാസുദേവൻ, ദീപ്തി തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ കയ്യെഴുത്ത് മാഗസിൻ്റെ പ്രകാശനവും ചടങ്ങിൽ സംഘടിപ്പിച്ചു. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും പ്രവേശനോത്സവം നടന്നു. ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം ശ്രദ്ധേയമായി. ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. ആഗ്രഹിക്കുന്നത് എൻ്റെ കുട്ടിയെ
ഞാൻ നോക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ എൻ്റെ സ്കൂളുകൾ നോക്കും, അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകരെ നോക്കും എന്നുള്ള വിശ്വാസത്തിൽ മാത്രമാണ് നമ്മൾ ഓരോ കുട്ടികളെയും ഓരോ സ്കൂളുകളിലേക്കും വരുന്നത്. PTA പ്രസിഡന്റ് PT സതീശൻ അധ്യക്ഷനായി. മുനിസിപ്പൽ വൈസ് ചെയർമാൻ TS അജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിക്കുട്ടി ജോൺ, വാർഡ് കൗൺസിലർ A അജി, SMC ചെയർമാൻ M മുരുകൻ, PTA വൈസ് പ്രസിഡന്റ് ജിൻസി സാബു, PTA എക്സിക്യൂട്ടീവ് അംഗം PR ഹരിക്കുട്ടൻ, പ്രിൻസിപ്പൽ NK ഹരികുമാർ, സീനിയർ അസിസ്റ്റന്റ് ഷാജി മഞ്ചരി എന്നിവർ ആശംസകൾ നേർന്നു. പ്രഥമാധ്യാപകൻ ശശി കന്നിക്കാവിൽ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി M സുരേഷ് നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള സംസ്ഥാനത്തെ ഏക സർക്കാർ വിദ്യാലയമാണ് ചേർത്തല ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം കൃഷിമന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് ആ കഥ നമ്മുടെ മുമ്പിൽ ഓർമ്മയിരിക്കുന്നു. താല്പര്യത്തോടെ പഠിച്ചാലോ അത് ഓർമ്മയിരിക്കും, താല്പര്യത്തോടെ പഠിച്ചാൽ അത് ഓർമ്മയിരിക്കും, ഒട്ടും മറക്കില്ല. അങ്ങനെ ആകുമ്പോൾ പരീക്ഷയ്ക്ക് സിനിമയുടെ കഥ പോലെ നമുക്ക് ഓർത്തിരിക്കും. ഏത് ചോദ്യം വന്നാലും നമ്മൾ എഴുതും. എഴുതില്ലേ? നിങ്ങൾ ഈ അടുത്ത ദിവസം സിനിമ ഏതാ? ഈ രംഗന്റെ കൂടെയുള്ള ഈ രണ്ടുപേരുടെ സ്വഭാവം നല്ലതാണോ? ആ രണ്ടുപേരുടെ സ്വഭാവം നല്ലതാണോ? അപ്പൊ അത് വേണ്ട. സിനിമ വേണം, സിനിമയ്ക്കകത്തെ കാര്യം നമുക്ക് വേണ്ട. പക്ഷെ നമ്മൾ നോക്കി, നമ്മൾ ആ സിനിമയ്ക്കകത്തെ അവരുടെ പേര്, കഥാപാത്രത്തിന്റെ പേര് എല്ലാം ഓർത്തിരിക്കുകയാണ്. ഇതുപോലെ താല്പര്യത്തോടെ പഠിച്ചാൽ ആ പഠിച്ചതും ഓർത്തിരിക്കും. പരീക്ഷയ്ക്ക് വന്നാൽ എഴുതി വെക്കും. PTA പ്രസിഡന്റ് SD രാജു അധ്യക്ഷനായി. കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം അഡ്വക്കേറ്റ് ജോസ് പിയൂസ് നിർവഹിച്ചു. മാധ്യമപ്രവർത്തകൻ ജോർജ് പുളിക്കൻ, പ്രിൻസിപ്പൽ ഇൻചാർജ് V ബിജുമോൻ, ശ്രീജിത്ത്, ശിവരാമകൃഷ്ണൻ, മിനി, സ്റ്റാഫ് സെക്രട്ടറി V പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. കായംകുളം PKKSM ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം ശ്രദ്ധേയമായി. വിവിധ കലാപരിപാടികളും പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷം കഴിയുന്നു മികച്ച റിസൾട്ട് ഹൈസ്കൂൾ തലത്തിലാണെങ്കിലും ഹയർ സെക്കൻഡറി തലത്തിലാണെങ്കിലും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അധ്യയന വർഷത്തെ റിസൾട്ട് പരിശോധിച്ച് നോക്കിയാൽ SSLCക്കായാലും +2-നായാലും കഴിഞ്ഞ അധ്യയന വർഷത്തേക്കാൾ മികച്ച വിജയം നേടാൻ നമ്മുടെ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. 100% വിജയം നേടാനും സാധിച്ചിട്ടുണ്ട്. കായംകുളം നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സുൽഫിക്കർ മുഖ്യപ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് EP ഹക്കീം അധ്യക്ഷനായി. പ്രഥമാധ്യാപിക ആശ ബീഗം സ്വാഗതം പറഞ്ഞു. മദർ PTA പ്രസിഡന്റ് രഹ്ന റിയാസ് ഹക്കീം, രേഖ TR എന്നിവർ പങ്കെടുത്തു. സ്റ്റാഫ് സെക്രട്ടറി നിസാം നന്ദി പറഞ്ഞു. ടൈം ന്യൂസ് കായംകുളം. 3 ജോഡി ഇരട്ട കുട്ടികളും മൂവർ സംഘവും 1-ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു. എടത്വ സെന്റ് അലോഷ്യസ് LP സ്കൂളിലാണ് പേരിട്ട പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. എടത്വ സെന്റ് അലോഷ്യസ് LP സ്കൂളിൽ 3 ജോഡി ഇരട്ട കുട്ടികൾ 1-ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു. അവരോടൊപ്പം UKGയിലേക്ക് മൂവർ സംഘവും. തലവടി ആനപ്രാമ്പാൽ വടക്ക് കൊച്ചുപറമ്പിൽ ടിജോ മാത്യുവിൻ്റെയും അന്നമ്മ മാത്യുവിൻ്റെയും മക്കളായ ഇവാൻ ടിജോ, ഈതൻ ടിജോ, എടത്വ ചങ്ങങ്കരി കല്ലുപുരയ്ക്കൽ ജോജി K ജോസഫ്, അഞ്ജു ജോസഫ് എന്നിവരുടെ മക്കളായ ജെറമി ജോസഫ്, ജോർദാൻ ജോസഫ്, മിത്രക്കരി പുതുക്കരി കൂലിപ്പുരയ്ക്കൽ കൃഷ്ണകുമാറിൻ്റെയും വിദ്യാകുമാരിയുടെയും മക്കളായ KK അഭിഷേക്, KK അർച്ചന എന്നിവരാണ് 1-ാം ക്ലാസ്സിൽ പ്രവേശിച്ച ഇരട്ടക്കുട്ടികൾ. ഇവരോടൊപ്പം മുണ്ടകത്തിൽ ചാക്കോ തോമസ്, ജിജി ജോർജ് ദമ്പതികൾക്ക് ഒറ്റപ്രസവത്തിലൂടെ ജനിച്ച മരിയ ചാക്കോ, എലിസബത്ത് ചാക്കോ, സോളമൻ ചാക്കോ എന്നിവർ UKGയിലേക്കും പ്രവേശിച്ചു. മറ്റു വിദ്യാർത്ഥികൾക്കൊപ്പം പ്രധാനാധ്യാപിക റോസ് K ജേക്കബ്, അധ്യാപകരായ റോസ്ലിൻ സ്റ്റാനി, സിസ്റ്റർ അനിറ്റ്, നിഷ ആൻസിയസ്, തോമസ് മാത്യു, ലിസ സാജു, മോനിഷ M,
എലിസബത്ത് ആൻ്റണി, ബിനു സോനു എന്നിവർ ചേർന്ന് പൂവും ചെറിയ ബൊക്കയും നൽകി കുരുന്നുകളെ സ്വീകരിച്ചു. സ്കൂളിലെത്തി പുതിയ കൂട്ടുകാരെ കിട്ടിയ ആവേശത്തിലാണ് 9 പേരും. സെൻ്റ് അലോഷ്യസ് LP സ്കൂളിൽ 1-ാം ക്ലാസ്സിലേക്ക് പുതുതായി 40 കുട്ടികളാണ് പ്രവേശിച്ചത്. LKG മുതൽ 4-ാം ക്ലാസ് വരെയുള്ള ഇവിടെ 210 കുട്ടികൾ പഠിക്കുന്നു. സെൻ്റ് അലോഷ്യസ് LP സ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അനുഭവം. ഒരു വീട്ടിൽ നിന്ന് 3 കുട്ടികളും അതേപോലെ തന്നെ 1-ാം ക്ലാസ്സിലേക്ക് 3 ജോഡി ഇരട്ട കുട്ടികളുമാണ് നമുക്ക് ഈ അധ്യയന വർഷം സ്കൂളിലേക്ക് എത്തിച്ചേർന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ, അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒക്കെ തന്നെ വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. ടൈം ന്യൂസ്, ആലപ്പുഴ. അരൂർ, തുറവൂർ മേഖലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വർണ്ണവൈവിധ്യമാർന്ന പരിപാടികളോടെ പ്രവേശനോത്സവം നടന്നു. 100 കണക്കിന് കുരുന്നുകളാണ് അക്ഷരമുറ്റങ്ങളിലേക്ക് എത്തിയത്. അറിവിന്റെ ലോകത്തേക്ക് 100 കണക്കിന് കുരുന്നുകളാണ് പിച്ചവെച്ച് ഇന്ന് സ്കൂളുകളിൽ എത്തിയത്. അരൂർ മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളിൽ 500 പരം പുതിയ കുരുന്നുകളാണ് ഇന്ന് പ്രവേശനം തേടിയത്. വ്യത്യസ്തങ്ങളായ ആഘോഷ പരിപാടികളാണ് ഓരോ സ്കൂളുകളും നവാഗതരെ സ്വീകരിക്കാൻ ഒരുക്കിയിരുന്നത്. തുറവൂർ വളവങ്കലം SES ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം വ്യത്യസ്തമായി. വാദ്യഘോഷങ്ങളോടെയാണ് കുരുന്നുകളെ പ്രവേശന കവാടത്തിൽ സ്വീകരിച്ച് ആനയിച്ചത്. പരിപാടികൾ ജിസ്മോൻ ഉദ്ഘാടനം ചെയ്തു. PTA അംഗങ്ങൾ, പ്രധാന അധ്യാപിക സുജ യു നായർ തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു. ചമ്മനാട് ECEK ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം സ്കൂൾ മാനേജർ TB രവീന്ദ്രനാഥ് കർത്താവ് ഉദ്ഘാടനം ചെയ്തു. പറയകാട് സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP VS ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. SMC ചെയർമാൻ മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. കുത്തിയോട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു. കാവിൽ സെന്റ് മൈക്കൽ ഹൈസ്കൂളിൽ നടന്ന പ്രവേശനോത്സവവും വർണ്ണാഭമായി. 40ഓളം പുതിയ കുരുന്നുകളാണ് ഇവിടെ 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത്. അരൂരിൽ നിന്നും പ്രസാദ് കൃഷ്ണൻകുട്ടി, ടൈം ന്യൂസ്. ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രവേശനോത്സവ വാർത്തകൾ നിരവധിയായി എത്തിയിട്ടുണ്ട്. സമയപരിമിതി മൂലം മുഴുവൻ വാർത്തയും ഉൾപ്പെടുത്താനായിട്ടില്ല. വരും ദിവസങ്ങളിൽ അവ സംപ്രേഷണം ചെയ്യും. മറ്റു വാർത്തകളിലേക്ക്. 1 മാസത്തിലേറെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ചൊവ്വാഴ്ച നടക്കും. ആലപ്പുഴ, മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നടപടികൾക്കുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയായതായി ആലപ്പുഴ ജില്ലാ കളക്ടർ അറിയിച്ചു. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ ആലപ്പുഴ സെൻറ് ജോസഫ് സ്കൂളിലും കോളേജിലുമായി നടക്കും. മാവേലിക്കര മണ്ഡലത്തിലെ വോട്ടെണ്ണൽ മാവേലിക്കര ബിഷപ്പൂർ കോളേജിലാണ് നടക്കുക. രാവിലെ 8 മണിക്കാണ് വോട്ടെണ്ണൽ നടപടികൾ തുടങ്ങുന്നത്. ആലപ്പുഴ ജില്ലയിൽ വോട്ടെണ്ണൽ 2 കേന്ദ്രങ്ങളിലാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ആലപ്പുഴ സെൻറ് ജോസഫ് കോളേജ്, സെൻറ് ജോസഫ് HSS, സെൻറ് ജോസഫ് HS എന്നിവിടങ്ങളിലാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ നടക്കുക. മാവേലിക്കര ബിഷപ്പൂർ കോളേജാണ് മാവേലിക്കര മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രം. അരൂർ, കായംകുളം, കരുനാഗപ്പള്ളി നിയോജക മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ സെൻറ് ജോസഫ് കോളേജിലും ആലപ്പുഴ, ഹരിപ്പാട്, അമ്പലപ്പുഴ നിയോജക മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ സെൻറ് ജോസഫ് ഹൈസ്കൂളിലും ചേർത്തല നിയോജക മണ്ഡലത്തിലെ വോട്ടെണ്ണൽ സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് നടക്കുക. രാവിലെ 7 മണിക്ക് സ്ട്രോങ് റൂം തുറക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും. 8 മണിക്ക് കൗണ്ടിംഗ് ആരംഭിക്കും. ആദ്യം എണ്ണിത്തുടങ്ങുക പോസ്റ്റൽ ബാലറ്റുകളാണ്. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങിയാൽ ഉടനെ EVMകളും എണ്ണിത്തുടങ്ങും. ഓരോ നിയോജക മണ്ഡലത്തിലും 14 ടേബിളുകളിലായാണ് വോട്ടുകൾ എണ്ണുന്നത്. ETP BMS വോട്ടെണ്ണലിനായി ആലപ്പുഴ മണ്ഡലത്തിൽ 22, മാവേലിക്കര മണ്ഡലത്തിൽ 25 ടേബിളുകളും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ കൗണ്ടിംഗ് ടേബിളിലെ ഉദ്യോഗസ്ഥരും ക്യാമറ നിരീക്ഷണത്തിലായിരിക്കും. കൗണ്ടിംഗ് നടപടിക്രമങ്ങൾ വീക്ഷിക്കാൻ കൗണ്ടിംഗ് ഏജന്റുമാർക്ക് എല്ലാ കേന്ദ്രങ്ങളിലും സ്ഥലം ക്രമീകരിച്ചിട്ടുണ്ട്. EVM കൗണ്ടിംഗ് ടേബിൾ, റിട്ടേണിംഗ് ഓഫീസർ ടേബിൾ, പോസ്റ്റൽ ബാലറ്റ് ടേബിൾ എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥികൾ കൗണ്ടിംഗ് ഏജന്റുമാരെ നിയമിച്ചിട്ടുണ്ട്. വോട്ടെണ്ണലിന്റെ തത്സമയ ഫലം അറിയിക്കാൻ 2 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളോടനുബന്ധിച്ചും മീഡിയ സെന്റർ സജ്ജമാക്കിയിട്ടുണ്ട്. എൻകോർ സംവിധാനം വഴിയാണ് വോട്ടെണ്ണൽ വിവരങ്ങൾ ലഭ്യമാക്കുക. സംസ്ഥാന പോലീസിന്റെയും CRPFന്റെയും നേതൃത്വത്തിൽ ത്രിതല സുരക്ഷാ സംവിധാനമാണ് കേന്ദ്രങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത്. രാവിലെ 8:30 തന്നെ ആദ്യ ഫലസൂചനകൾ ലഭിച്ചു തുടങ്ങും. ടൈം ന്യൂസ്, ആലപ്പുഴ. കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആന്റണി കുരിശിങ്കൽ നടത്തിയ കടലവകാശ സൈക്കിൾ യാത്ര സമാപിച്ചു. ഏപ്രിൽ 4-ന് അർത്തുങ്കലിൽ നിന്നാരംഭിച്ച കടലവകാശ സൈക്കിൾ യാത്ര 5 സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ച് ജൂൺ 2-ന് അന്തകാനടിയിൽ സമാപിച്ചു.
കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആന്റണി കുരിശിങ്കിൽ നടത്തിയ കടലവകാശ സൈക്കിൾ യാത്രയ്ക്ക് സമാപനം. കടലും തീരവും സംരക്ഷിക്കാൻ കടലവകാശ നിയമം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആന്റണി കുരിശിങ്കൽ സൈക്കിൾ യാത്ര നടത്തിയത്. ഏപ്രിൽ 4-ന് അർത്തുങ്കലിൽ നിന്നാരംഭിച്ച സൈക്കിൾ യാത്ര 5 സംസ്ഥാനങ്ങളിലെ 35 ജില്ലകളിലൂടെ സഞ്ചരിച്ചു. 60 ദിവസങ്ങൾ 4800 കിലോമീറ്റർ സഞ്ചരിച്ചു. പശ്ചിമതീരത്തെ മത്സ്യത്തൊഴിലാളികളെ നേരിൽ കണ്ട് കടലവകാശ നിയമത്തിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയായിരുന്നു സൈക്കിൾ യാത്രയുടെ ലക്ഷ്യം. വിവിധ സംസ്ഥാനങ്ങളിൽ നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം സൗകര്യങ്ങൾ ഒരുക്കി. യാത്രയുടെ ഉദ്ദേശങ്ങൾ വിവരിച്ച് 3 ഭാഷകളിലുള്ള നോട്ടീസുകളും വിതരണം ചെയ്തു. ജൂൺ 2-ന് സ്വദേശമായ അന്തകാനഴിയിൽ യാത്ര സമാപിച്ചു. സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സ്വീകരണമൊരുക്കി. പ്രഥമ സംസ്ഥാന പ്രസിഡന്റ് ഫാദർ ജോസ് കളിക്കൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിൽ അധ്യക്ഷനായി. കൃപാസനം ഡയറക്ടർ ഫാദർ ജോസഫ് വലിയവീട്ടിൽ, പട്ടണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് TS ജാസ്മിൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സജിമോൾ ഫ്രാൻസിസ്, സെന്റ് ആന്റണി പള്ളി വികാരി ഫാദർ ജോർജ് ബിവിലൻ, തീരദേശ വികസന കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡ് അംഗം PI ഹാരിസ്, സെന്റ് സേവിയർ പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ ജൂഡോ, PJ ജാക്സൺ, മൈക്കിൾ മുത്തേടത്ത് എന്നിവർ സംസാരിച്ചു. ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് രാജു ആശ്രയം സ്വാഗതവും സെക്രട്ടറി ആന്റണി കുരിശിങ്കൽ നന്ദി പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല ആശ്രയം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും ഇതോടൊപ്പം വിതരണം ചെയ്തു. ചേർത്തല ആശ്രയം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. നഗരസഭ 25-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന ആശ്രയം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും ആലപ്പുഴ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. യക്ഷ്യമ്പലത്തിന് സമീപത്തുള്ള NSS ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ലീഗൽ സർവീസസ് ജില്ലാ ജഡ്ജി പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്തു. ഈ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടാണ് ഓരോ നിയമങ്ങളും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും പ്രസിഡന്റും ഗവർണറും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും എല്ലാം പ്രവർത്തിക്കേണ്ടത്, കോടതികളും എല്ലാം. ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടൊന്നും തന്നെയില്ല. നമുക്കറിയാം, നമുക്ക് ധാരാളം നിയമങ്ങളുണ്ട്. ഏത് കാര്യം എടുത്തു വെച്ച് നോക്കിയാലും നമുക്ക് നിയമമുണ്ട്. ഇപ്പൊ നമുക്ക് പലപ്പോഴും കാണുന്ന ഒരു കുറ്റകൃത്യമാണ് ഗാർഹിക പീഡനം. വീടുകളിൽ ഭാര്യമാർക്ക് നേരിടേണ്ടി വരുന്ന പലതരത്തിലുള്ള പീഡനങ്ങൾ. അപ്പൊ അതിന് നമുക്ക് ഗാർഹിക പീഡന നിരോധന നിയമം നിലവിലുണ്ട്. പ്രൊട്ടക്ഷൻ ഓഫ് വുമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, ഇത് നിലവിലുണ്ട്. പിന്നെ നമ്മൾ കാണുന്നതാണ് സ്ത്രീധനം കൊടുക്കുന്നതിനെ ചൊല്ലിയുള്ള പല വിഷയങ്ങൾ. അതിനുമുണ്ട് ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. പിന്നെ ശൈശവ വിവാഹത്തെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. നമ്മുടെ നാടുകളിലൊന്നും അത്രയും അങ്ങോട്ട് ഇല്ലെങ്കിലും ഉൾപ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും അതൊരു വലിയൊരു വിഷയമായിട്ട് കാണാറുണ്ട്. ആശ്രയം പ്രസിഡന്റ് SP സുനിൽ അധ്യക്ഷനായി. സെക്രട്ടറി TK സാനു സ്വാഗതം പറഞ്ഞു. നഗരസഭ വൈസ് ചെയർമാൻ TS അജയകുമാർ, കൗൺസിലർമാരായ മാധുരി സാബു, B ഫാസി, ബാബു മുള്ളഞ്ചിറ, MA സാജു, മാധ്യമപ്രവർത്തകൻ ജോർജ് പുളിക്കൽ, പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ബിന്ദു ഭായി, SP സുനിൽ, TK സാനു, ED മൈക്കിൾ എന്നിവർ സംസാരിച്ചു. കമ്മിറ്റി അംഗങ്ങളായ BR കാർത്തികേയൻ, R രാജേന്ദ്രൻ, P മുരളീധരൻ, വർഗീസ് സൂര്യപ്പള്ളി, PP പ്രകാശൻ, MN പരമേശ്വരൻ, AP സതീശൻ, മനോഹരൻ, ജോർജ്, V സുധാകരൻ, ജിജി ശ്രീജിത്ത്, ജലജാമണി, സുലേഖ ശശികുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുഹമ്മ PVM വായനശാലയുടെ നേതൃത്വത്തിൽ അക്ഷരവെളിച്ചം പദ്ധതിയും അനുമോദന സമ്മേളനവും സംഘടിപ്പിച്ചു. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ജലജ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബത്തിൽ ഇടപെടുന്നത് പോലെ തന്നെ സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം എന്നുള്ളതിൻ്റെ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള മാതൃകയായിട്ട് ആര് മാറുന്നു? ഈ വായനശാലയുടെ ഭാരവാഹികളായിട്ടുള്ള നമ്മുടെ ചേച്ചിമാര് മാറുകയാണ്. ചേച്ചിമാരെന്ന് പറയാം, ചിലപ്പോൾ അമ്മമാരെന്ന് പറയാം, അല്ലേ? ഞാനും അമ്മയാണ്, അല്ലേ? ഞാൻ അമ്മമ്മയോ അച്ഛമ്മയോ ഒക്കെ ആവാം. പക്ഷെ എനിക്ക് വളരെ സന്തോഷം. കാരണം ഈ പ്രതികൂല കാലാവസ്ഥയിലും ഈ പ്രദേശത്ത് ഞാൻ ഓർത്തത് കുറച്ചുകൂടി വെള്ളമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. എന്നാലും നിങ്ങളുടെയും എൻ്റെയും ഒക്കെ ഭാഗ്യം കൊണ്ട്
അത്രക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ കടന്നു വന്ന കുറേ സ്ഥലങ്ങളിൽ, ഞാൻ ഇന്ന് ചിൽഡ്രൻസ് ഹോമിലും അതിന് ശേഷം പള്ളിപ്പുറത്ത് ഒരു പരിപാടിയിലൊക്കെ പോയപ്പോൾ അവിടെയൊക്കെ നല്ല വെള്ളക്കെട്ടും ഒക്കെയാണ്. എൻ്റെ മുന്നേ മക്കൾ ശ്രദ്ധിക്കണം, മഴക്കാലമാണ്, വെള്ളക്കെട്ടിൻ്റെ അടുത്തൊന്നും ഓടി ചാടി നടന്ന് കളിക്കരുത്, അല്ലേ? പെട്ടെന്ന് സൂക്ഷിച്ച് ഈ പ്രതികൂല കാലാവസ്ഥയെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനും നമ്മുടെ വായനശാല പ്രസിഡന്റ് സുനന്ദ പ്രീത് അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി ചാന്ദിനി ബിജീഷ് സ്വാഗതം പറഞ്ഞു. വായനശാല പരിധിയിലുള്ള മുഴുവൻ കുട്ടികളെയും പദ്ധതിയുടെ ഭാഗമാക്കി SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഇമ്മാനുവൽ സാബു, സീതാലക്ഷ്മി എന്നിവരെ ആദരിച്ചു. മാസ്റ്റർ കിഡ് സ്കോളർഷിപ്പ് വിജയിയായ വേണി മോളെ ചടങ്ങിൽ ആദരിച്ചു. NMM സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ അദ്വൈത് രാജ്, അർജുൻ ബിജു എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. വായനശാലയുടെ വയോജനവേദി പ്രതിനിധികളും കമ്മിറ്റി അംഗങ്ങളും ആശംസകൾ അറിയിച്ചു. ബാലവേദി കൺവീനർ കുമാരി BM കൃഷ്ണവേണി നന്ദി പറഞ്ഞു. ടൈം ന്യൂസ് മുഹമ്മ. പ്രശസ്ത മജീഷ്യനും യുക്തിവാദിയുമായിരുന്ന എഴുപുന്ന ഗോപിനാഥിന് സ്മരണാഞ്ജലി. യുക്തിവാദി സംഘം ചേർത്തല താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എഴുപുന്നയിൽ അനുസ്മരണ സമ്മേളനം നടന്നു. യുക്തിവാദിയും പ്രശസ്ത മജീഷ്യനും ശാസ്ത്ര പ്രചാരകനുമായ എഴുപുന്ന ഗോപിനാഥ് 2024 മെയ് 10 അന്തരിച്ചത്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അവസാന ശ്വാസം വരെ പോരാടിയ വ്യക്തിയായിരുന്നു എഴുപുന്ന ഗോപിനാഥ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം കണ്ണുകൾ ദാനം ചെയ്തു. ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിനും കൈമാറിയിരുന്നു. എഴുപുന്ന ശ്രീനാരായണപുരം LP സ്കൂളിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരും പങ്കെടുത്തു. യുക്തിവാദി സംഘം താലൂക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PG ലെൻ അധ്യക്ഷനായി. സെക്രട്ടറി CV രാജീവ് സ്വാഗതം പറഞ്ഞു. മുൻ സംസ്ഥാന സമിതി അംഗം D പ്രകാശൻ, എഴുപുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് R പ്രദീപ്, പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R ജീവൻ, യുക്തിവാദി സംഘം ജില്ലാ സെക്രട്ടറി S അഭിലാഷ്, സംസ്ഥാന സമിതി അംഗം PP മധു, CT വാസു, PS സജിൻ, PP അനിൽകുമാർ, മധുക്കുട്ടൻ, TT രമേശൻ, PC മണി എന്നിവർ എഴുപുന്ന ഗോപിനാഥിനെ അനുസ്മരിച്ചു. ഉള്ളതാണെങ്കിലും പുള്ളിയുടെ പ്രവർത്തന മണ്ഡലം പറവൂരായിരുന്നു. പുള്ളിയുടെ ശരീരം പോലും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും കൊടുത്ത് അത്രയും വലിയ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നു. പുള്ളിയുടെ ഈ അനുസ്മരണ സമ്മേളനത്തിന് എല്ലാവിധ ഇതും നേർന്നുകൊണ്ട് ജയപ്രകാശ് നന്ദി പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. മുഹമ്മ പഞ്ചായത്ത് 12 വാർഡിലെ മെമ്പർ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. തണലോരം 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച അവാർഡ് വിതരണ ചടങ്ങ് പ്രശസ്ത ഗാനരചയിതാവ് ഷാജി ഇല്ലത്ത് ഉദ്ഘാടനം ചെയ്തു. മുഹമ്മ പഞ്ചായത്ത് 12 വാർഡിലെ മെറിറ്റ് അവാർഡുകൾ പ്രശസ്ത ഗാനരചയിതാവ് ഷാജി ഇല്ലത്ത് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കുറച്ച് കുട്ടികൾക്ക് മെറിറ്റ് മെമ്പർഷിപ്പ് വിതരണം നടത്തുന്നുണ്ട്. അതൊക്കെ വലിയൊരു ആശയപരമായിട്ട് വലിയൊരു കാര്യമാണ്. അപ്പൊ അതൊരു സമൂഹത്തിന് മാതൃകയാണ് ലതീഷ് ചെയ്തത്. കാരണം കഴിഞ്ഞ വർഷം +2 SSLCക്ക് ഫുൾ A+ വാങ്ങിച്ച കുട്ടികളെയും കൊണ്ട് അദ്ദേഹം ഇവിടെ വിമാനയാത്ര നടത്തി. അതൊരു വലിയൊരു മാതൃകയായിരുന്നു. നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ രക്ഷകർത്താക്കൾക്ക് അതൊരു വലിയൊരു മാതൃകയും കുട്ടികൾക്ക് പഠിച്ച് വീണ്ടും വീണ്ടും A+കളിലേക്ക് കടന്നു പോകുന്നതിന് അത് വലിയൊരു മാതൃകയായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടത്. വിദ്യാർത്ഥികളുടെ സർഗവാസനകളുടെ പ്രോത്സാഹനത്തിനും പഠന മികവിനും ഇത്തരം ചടങ്ങുകൾ ഏറെ ഗുണം ചെയ്യുമെന്ന് ഷാജി ഇല്ലത്ത് പറഞ്ഞു. സിനിമാ താരം എഴുപുന്ന ബൈജു മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗം ലതീഷ് P ചന്ദ്രൻ അധ്യക്ഷനായി. PK സുകുമാരൻ, D ശ്രീകുമാരി ടീച്ചർ, ഫൗണ്ടേഷൻ ചെയർമാൻ ശ്രീജിത്ത് സുകുമാരൻ എന്നിവർ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. LKG മുതൽ +2 വരെ പഠിക്കുന്ന വാർഡിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. SNB LP സ്കൂളിലെ 1 മുതൽ 4 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് മെമ്പർ മെറിറ്റ് അവാർഡുകൾ നൽകിയത്. ഉപഭോക്തൃ തർക്കപരിഹാര കോടതി മെമ്പർ അഡ്വക്കേറ്റ് PR ഷോളി, അസിസ്റ്റന്റ് സെക്രട്ടറി TV അശോകൻ, പ്രഥമാധ്യാപിക S ജയശ്രീ, CDS അംഗം ഷീല ഷാജി, PTA പ്രസിഡന്റ് TB സുദർശനൻ, ADS പ്രസിഡന്റ് സുബിത നസീർ, അർജുൻ ബിജു എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറന്നു. 1-ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചത് 2.5 ലക്ഷത്തോളം കുരുന്നുകൾ. അക്ഷരമുറ്റങ്ങളിൽ വർണ്ണാഭമായ പ്രവേശനോത്സവം. വിദ്യാലയങ്ങളിലെല്ലാം വർണ്ണ വൈവിധ്യമാർന്ന പ്രവേശനോത്സവ ചടങ്ങാണ് ഒരുക്കിയിരുന്നത്. ആലപ്പുഴ ജില്ലാതല പ്രവേശനോത്സവം കായംകുളത്ത് നടന്നു. 3 ജോഡി ഇരട്ട കുട്ടികൾക്കും മൂവർ സംഘത്തിനും സ്വാഗതമരളി എടത്വ സെന്റ് അലോഷ്യസ് LP സ്കൂൾ.
പ്രവേശനോത്സവം വേറിട്ടതായി. വെള്ളപ്പൊക്കത്തെയും മറികടന്ന കുട്ടനാട്ടിലെ ചമ്പക്കുളം സെന്റ് മേരീസ് സ്കൂളിലെ പ്രവേശനോത്സവം ശ്രദ്ധേയമായി. SSLC പരീക്ഷയിൽ കുട്ടനാട്ടിൽ ഏറ്റവും കൂടുതൽ A+ നേടിയ സ്കൂളാണ് സെന്റ് മേരീസ്. ഒരു മാസത്തിലേറെ കാലത്തെ കാത്തിരിപ്പിന് വിരാമം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ചൊവ്വാഴ്ച. ആലപ്പുഴ, മാവേലിക്കര മണ്ഡലങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ. കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആന്റണി കുരിശിങ്കൽ നടത്തിയ കടലവകാശ സൈക്കിൾ യാത്രയ്ക്ക് സമാപനം. ഏപ്രിൽ 4-ന് അർത്തുങ്കലിൽ നിന്നാരംഭിച്ച യാത്ര 5 സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ച് അന്തകാനടിയിൽ സമാപിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.